മാമ പോയിട്ടോ, മാമ പോയി. ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് നാത്തൂൻ്റെ വീട്ടിലൊരു കല്യാണത്തിന് ഒരുങ്ങിക്കെട്ടി പോവാണ് കേട്ടോ. ആക്ച്വലി കരുതിയ പോലെ ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു യുദ്ധത്തിന് റെഡി ആവണ പോലെയാണ് ഞങ്ങളെ മാറ്റലൊക്കെ. അതുകൊണ്ട് തന്നെ റെഡി ആവണ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. നിക്കാഹ് കഴിയാത്തതുകൊണ്ട് തന്നെ 10 മണിയായപ്പോത്തിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈ 10 മണിയാകുമ്പോഴത്തിന് 3 ആളെ റെഡിയാക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. ഞങ്ങളെ കണ്ട പാടെ ദാ ഈ ഓടി വരുന്നതാണ് കേട്ടോ കുട്ടാപ്പൂ. അതായത് ഞങ്ങളെ നാത്തൂൻ്റെ ആദ്യത്തെ ട്രോഫി. കഴിഞ്ഞ വീഡിയോയിൽ ഇഞ്ഞ പ്രാങ്ക് ചെയ്ത ആൾ ഇവിടെ ആദ്യം തന്നെ ഹാജരായിക്കണ്. എന്ത് പരിപാടിക്ക് പോയാലും ദാ ഇങ്ങനെ ഒരു സീന് പതിവാണ്. എന്തിനൊക്കെ വാശി പിടിച്ച് അനങ്ങാൻ അയച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെ ഫോട്ടോസും കിട്ടിയില്ല. അങ്ങനെ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ എൻട്രി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ വിട്ടു. സാധാരണപ്പടി ഒരു യുദ്ധം പതിവാണ്, ഇന്നെന്തോ അതുണ്ടായില്ല. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഇളയിച്ച് കല്യാണത്തിന് പോകുന്നത് ഓളെ വീട്ടിൽ നിന്നേനു. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് തന്നെ തിരിച്ചാക്കാനാണ് ഈ പോണത്. പോരുന്ന വഴിക്ക് ഞങ്ങളെ വർത്താനം ഫുള്ള് തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടി നല്ല ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ടേനു. അതുകൊണ്ട് വണ്ടിന്നേലും എടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ കാട്ടിക്കൂട്ടൽ. പക്ഷെ അതും ചീറ്റിപ്പോയി. സേറ ഉറങ്ങുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഓള് സൈഡായി. ഞങ്ങൾ ഈ വ്ളോഗിങ്ങും കണ്ടന്റ് ഷൂട്ടിങ്ങും ഒക്കെ കുറച്ചധികം സീരിയസ് ആയിട്ട് എടുത്തോണ്ട് തന്നെ പെട്ടെന്ന് വരാമെന്നാണ് ടോള് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ 2 ആൾക്കാരില്ലാന്നുണ്ടെങ്കിൽ എനിക്കെൻ്റെ ഒരു ഡേ കംപ്ലീറ്റ് ആവാത്തൊരു ഫീലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടൈം എന്ന് പറയുന്നത് ഞങ്ങൾ ഈവനിങ് ആണ്. ഇനി ഓളില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സമയം കടന്നു പോകാനും ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തള്ളാന്നൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയൊന്നല്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് ചെല്ലണ വീട്ടിൽ നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടാവുന്നത് നല്ലതല്ലേ. നമ്മൾ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ സെലക്റ്റീവായ ചില ബന്ധങ്ങൾക്ക് മാത്രമാണ്. അതുപോലൊരു ബന്ധമാണ് ഈ ഇളയച്ചി മൂത്തച്ചി തമ്മിലുള്ള ബന്ധം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഓരോ ഡ്രോപ്പ് ചെയ്യേണ്ട സ്ഥലം എത്തിക്കഴിഞ്ഞു കേട്ടോ. ഈ സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഇതാണ് ഞങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ വളർന്നു വരുന്നൊരു ചക്കത്തോട്ടം. ആക്ച്വലി ഇപ്പോൾ വളർന്നു വരുന്നതല്ല, വളർന്ന് പാകമായ ചക്കത്തോട്ടം. ഈ പറഞ്ഞ തോട്ടത്തിന് നേരെ ഓപ്പോസിറ്റാണ് ഓളെ വീട്. പോവാ കള്ളത്തിയേ പലത്തുണ്ടോ? മാമ പോയിട്ടോ, മാമ പോയി, മാമ പോയി. വീട്ടിലുണ്ടോ? മാമാന്റെ വീട്ടിലുണ്ടോ? ഓലെ വീടാണ്. അയ്യ എത്ര കാലം പോകണം. ഞങ്ങൾ പോയിട്ടോ. വെള്ളം കടിക്കാ, വെള്ളം കൊടുക്കട്ടെ, കൊടുക്കട്ടെട്ടാ. അങ്ങനെ ഓരവിടെ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. സേറിനെ അവിടെ ഇറക്കി പോകുന്നത് എമിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല.
വണ്ടിയിലാണ് ഇങ്ങോട്ട് പോവേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ എന്താ അഭിപ്രായം കമന്റ് ആയിട്ട് ഇടാൻ മറക്കരുത്. ഏതെന്റെ വീട്? ഇതാ അതാ ഏതെന്റെ വീട്? അതാ എന്റെ പേര്. ഏത്?